RSS സംഘടന നടത്തുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിനെതിരെ സർക്കാരും CPM-ഉം നടത്തിയ വിമർശനം പരിഗണിക്കാതെ സംസ്ഥാനത്തെ പല VC-മാരും പരിപാടിക്കെത്തി. എന്നാൽ സർക്കാർ വിമർശനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലും മറ്റു VC-മാരും തയ്യാറായില്ല. അതിനിടെ ഭാരതമെന്നതിന് പകരമല്ല ഇന്ത്യയെന്നും ഭാരതത്തെ ഭാരതമെന്ന് തന്നെ പറയണമെന്നും RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന RSS സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യ സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിനെതിരെ മന്ത്രിമാരും CPM നേതാക്കളും മറ്റും രംഗത്തു വന്നിരുന്നു. വിദ്യാഭ്യാസ സമ്മേളനത്തിന് മറവിൽ കാവ്യവൽക്കരണത്തിന് ശ്രമമെന്നായിരുന്നു ആക്ഷേപം. ഈ എതിർപ്പ് മുറുകുമ്പോഴും കേരളത്തിലെ പല VC-മാരും പരിപാടിയുടെ ഭാഗമായി കൊച്ചിയിൽ നടന്ന സെഷനുകളിൽ പങ്കെടുത്തു. കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കോഴിക്കോട് VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ VC ഡോക്ടർ KK സാജു, കുഫോസ് VC പ്രൊഫസർ A ബിജുകുമാർ തുടങ്ങിയവരാണ് വിവിധ സെമിനാറുകളിൽ എത്തിയത്. അതിൽ മോഹനൻ കുന്നുമ്മലും മറ്റും RSS സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിലും സംബന്ധിച്ചു. എന്നാൽ പരിപാടിയെക്കുറിച്ചുള്ള സർക്കാർ വിമർശനങ്ങളോട് പ്രതികരിക്കാൻ കേരള VC തയ്യാറായില്ല. RSS മേധാവിയുടെ പരിപാടിയിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു കുഫോസ് VC-യുടെ വിശദീകരണം. വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുത്ത് നിലപാട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിലൂന്നിയുള്ള പൊതുസമ്മേളനത്തിൽ RSS സർസംഘചാലക് മുഖ്യപ്രഭാഷണം നടത്തി. भारतीयनेस इन एजुकेशन, भारत एक प्रॉपर नाउन है, उसका ट्रांसलेशन नहीं करना चाहिए. यद्यपि इंडिया दैट इज भारत है, लेकिन भारत भारत है. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കർ അധ്യക്ഷനായി. शिक्षा विद्याभ्यास is taking now a change. The question is whether we will be part of that परिवर्तन. We have to be परिवर्तन का एक हिस्सा बनना हमको जरूरी है. കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ നേരത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമടക്കം എതിർത്തിരുന്നു. ഈ ഘട്ടത്തിലാണ് RSS ബന്ധമുള്ള സംഘടന രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ VC-മാരെ അടക്കം പങ്കെടുപ്പിച്ച് വിദ്യാഭ്യാസ നയമടക്കം ചർച്ച ചെയ്യുന്ന ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ നയം സുപ്രധാന ചുവടുവയ്പ്പെന്നാണ് ഗവർണറടക്കം യോഗത്തിൽ വ്യക്തമാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.